നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നതിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിൽ തിമ്പുർണി എന്ന് പറഞ്ഞ സ്ഥലമായി. ഇന്നലെ രാത്രി അവിടുന്ന് വീഡിയോ അവസാനിച്ചില്ല. രാത്രി വണ്ടി നിർത്തിയില്ല, ഞാൻ വിട്ടു പോകുന്നു. ഇവിടെ 4 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നല്ല പോലെ ഉറക്കം വന്നു. ഇവിടെ ടോളിൻ്റെ അവിടെ കൊണ്ട് സൈഡാക്കി ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് കിടക്കാം. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ റിഫ്ലക്ടർ എടുത്ത് വെച്ചാണ്ട ഈ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ റിഫ്ലക്ടർ ഉണ്ടാവില്ല. അപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കയറുമ്പോൾ റിഫ്ലക്ടർ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പോലീസുകാരോട് പിടിച്ചാൽ പൈസ കൊടുക്കണം. അപ്പോൾ ഈ റിഫ്ലക്ടർ ഇല്ലെങ്കിൽ അവർക്ക് ഒരു തുറ കൂടുതലാണ്. അപ്പോൾ അടുത്ത് ഞാൻ കമ്പനിയാണ് റിഫ്ലക്ടർ എടുത്ത് വെച്ചതാണ്. ഇന്നലെ വരണ വഴിക്കൊക്കെ നോക്കി. അപ്പോൾ റിഫ്ലക്ടർ വെക്കാനുള്ളത് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയിലുണ്ട് റിഫ്ലക്ടർ. എന്തായാലും ട്രിപ്പ് പോകുമ്പോൾ വെക്കണം. എന്നിട്ട് ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് പോവാം. കാലത്തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റാ വണ്ടിയുടെ മൊത്തം സൈഡൊക്കെ നോക്കുക. ടയറിൽ കാറ്റുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഓർഡർ വെക്കുന്നിടത്തേക്ക് ഒരു 300 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം നമ്മൾ ടിമ്പുറിനെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇതുണ്ടോ അതുകൊണ്ട് വണ്ടിക്കാരൻ നിന്നുണ്ടോ ഒരു വെള്ളം നിൽക്കണുണ്ടോ? വെള്ളം നിൽക്കണ പോലീസുകാരാ. പോലീസുണ്ടോ കാലത്തന്നെ തുടങ്ങി. എന്താ ലോറിക്കാരെന്നുള്ള പിരിവ് എവിടെ ചാടിക്കാൻ നിന്നപ്പോഴാണ് ഉണ്ട്. നാഷണൽ ഹൈവേയിൽ മഹാരാഷ്ട്ര പോലീസിനെ ഗുണ്ടായിസാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് പോകുമ്പോൾ അങ്ങോട്ട് നേരിട്ട് തന്നെ നോക്കി. നമ്മളിപ്പോൾ എത്ര ദൂരത്താണ് വീട് എടുക്കണത്. ഇവിടെ ഇപ്പോൾ നിൽക്കണുണ്ടോ? ഇവിടെ നിന്ന് റോഡിനപ്പുറത്തൊക്കെ നിൽക്കണുണ്ടോ? അതൊക്കെ പോലീസാണ്. അങ്ങോട്ട് പോകണം വണ്ടി പിടിക്കാൻ. ഇറങ്ങാം നമ്മുടെ കുട്ടി. പിന്നെ പോട്ട വണ്ടി എടുത്തിട്ട് ആണ് നമ്മൾ കിടന്നുറങ്ങി. ഇവിടെ കൊണ്ട് നിർത്താൻ കാരണം വെച്ചാലേ ഇവിടെ ഡീസലൊക്കെ ഭയങ്കര കളവാണ്. അത് കാരണം അവിടെ കൊണ്ട് നിർത്തിയ വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ. നമ്മളങ്ങനെ ടിമ്പുരുണി നമ്മൾ ആ കർമ്മല വഴിക്കാൻ പോവാ. കർമ്മല നമ്മളിനി കർമ്മല വഴിക്കാൻ പോവാ. കർമ്മല ഇവിടുന്ന് വലത്തോട്ടാണ് കർമ്മല. കർമ്മല നഗർ വഴിക്കാണ് ഇനി പോകണം. നമ്മളെ ടിമ്പൂറിൻ്റെ ഇങ്ങനെ കടന്നു കഴിയുമ്പോഴേ ഇതേപോലെ വഴി കുറേ ദൂരം പണിയുണ്ട്. 4 ലൈൻ ഉണ്ട്. കുറച്ച് ദൂരം സിംഗിൾ വഴി. വഴി ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ആദ്യമൊക്കെ ഞാനൊക്കെ പണ്ട് ക്ലീനറായിട്ട് ഈ വഴിക്ക് വന്നല്ലോ. ക്ലീനറായിട്ട് വരുന്ന സമയത്ത് ഈ കർമ്മലയിലൊക്കെ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ടിമ്പൂറിനിൽ പിരിവുണ്ടായിരുന്ന കള്ളന്മാരുണ്ടായിരുന്നു. കർമ്മല ഉണ്ടായിരുന്ന കള്ളന്മാർ അന്ന് സിംഗിൾ വഴിയായിരുന്നു. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇങ്ങനെ കുറേ ദൂരം സിംഗിൾ വഴി ഉണ്ടാവും. അതായത് വീണ്ടും 4 ലൈനാവും. ഫുള്ളായിട്ട് 4 ലൈൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മളിനി കുറച്ച് നേരം 4 ലൈനിൽ പോകും.
സ്ഥിരം വരാത്ത വഴിയായത് കാരണേ എയിമും കിട്ടണില്ല. ഇതൊക്കെ ചോദിച്ച് പോകണം. വീണ്ടും പോറലാണ് കയറി. നമ്മളങ്ങനെ കർമ്മല പറയട്ടെ. കർമ്മല വഴി പോറലാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. കുറച്ച് പോകാൻ നല്ല വഴി ഉണ്ടാവും. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയും പിന്നെ സിംഗിൾ വഴിയും. വീണ്ടും സിംഗിൾ വഴി. ഈ വഴിക്ക് ഇഷ്ടം പോലെ തമിഴ്നാട് വണ്ടിയും കേരള വണ്ടിയും കേട്ടോ. നമ്മളങ്ങനെ കർമ്മല കേട്ടാ. കർമ്മല കഴിഞ്ഞു. കർമ്മല ഇടതുവശത്താണ്. അങ്ങനെ കർമ്മല കഴിഞ്ഞു. കർമ്മല കഴിഞ്ഞു നമ്മള്. കേരള വണ്ടിയാണത്. കേരള വണ്ടിയാണോ? അല്ല, തമിഴ്നാട് വണ്ടി. 561. ഇനിയിപ്പോൾ അങ്ങോട്ട് പോറലാന്ന് തോന്നണോട്ട് കണ്ടിട്ട്. പണി കഴിഞ്ഞ് പോറലായി തോന്നണം. ഇതേപോലെ മൊത്തം പോറലായിരുന്നു. ഈ വണ്ടി എത്ര ഓടി നിൽക്കുന്നു അറിയാം. അങ്ങനെ നഗരത്താറായി. ഓടിക്കുന്നവർക്ക് ക്ഷീണമില്ല. ടോള് കൊടുത്താലും തല്ലില്ലടപ്പം. അല്ലെ പിന്നെ സിംഗിൾ വഴി നല്ല ക്ലിയർ ഉള്ള വഴിയാണ്. നമ്മൾ ഇന്നലെ അവൻ്റെ വിജാപൂർ വഴിക്കൊന്നുമില്ല. അതേപോലത്തെ വഴിയാണെങ്കിൽ കുഴപ്പമില്ല. അഹമ്മദ് നഗർ, ഷിർഡി, നാസിക്. നമ്മൾ നഗരത്താറായിക്കൊണ്ടിരിക്കണം. അഹമ്മദ് നഗർ. നഗർ പോയിട്ടാണ് നമ്മൾ പോവാ. ദാബേല് കേട്ട് എന്തെങ്കിലും കഴിക്കണം. ഷിരടിയാണ് മറ്റേ അവിടെ ഒരു ബാവില്ലേ, ഷിർദി സായിബാബയുടെ സ്ഥലം. NH 561A. എന്തേലും ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടേ വണ്ടി നിർത്തിയതാ. നിൽക്കുന്ന നമ്മുടെ കുട്ടി. പാർക്കിങ്ങോട്ട് സായി ആനന്ദ് പറഞ്ഞ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടാ. കഴിക്കട്ടെ. തന്തൂർ റൊട്ടിയും ഡാലും. വണ്ടി അവിടെ പുറത്തിറത്തിയാണ്. മുളകും സാധനം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. ഇവിടെ ബെഡ പാർക്കിങ്ങുണ്ടോ? ഇഷ്ടം പോലെ വണ്ടി പാർക്ക്. എനിക്ക് തന്നെ 500 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര വലിയ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. വലിയ റേറ്റില്ല. 120 രൂപ. ബെഡ പാർക്കിങ് പറഞ്ഞാൽ ബെഡ പാർക്കിങ്ങാണ്. ഇറങ്ങണോ TM വണ്ടി.
അപ്പം നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. കുഴപ്പമില്ലായിരുന്നു പ്രശ്നം. ഇവിടെ ഇഷ്ടംപോലെ അണ്ണമണ്ടികളൊക്കെ ഉണ്ടോ. നമ്മളെ സ്ഥിരം വരാത്ത ഈ സ്ഥലത്തിനെ പറ്റി വലിയൊരു ഐഡിയ നമുക്കില്ല. അതൊക്കെ വല്ല കൊല്ലത്തിലൊന്നല്ല 2-3 കൊല്ലം കൂടുമ്പോൾ ഒന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. നമ്മളങ്ങനെ നഗറിന്റെ ഭാഗങ്ങളായിട്ടാ. നഗറിന്റെ ഭാഗങ്ങളായി മിക്കവാറും നഗറിലൊക്കെ ഇപ്പൊ ബൈപ്പാസ് വന്ന കാരണം അങ്ങനെ കുഴപ്പമില്ല. പൂനെ ഇടത്തോട്ട് നഗരം നേരെ പാത്താർഡി വലത്തോട്ട് നമുക്ക് പൂനെ റോട്ടിൽ കയറിയിട്ട് വേണം പോകാൻ. ആരുടെയും ചോദിക്കണം വഴി. സംഭവം പാർട്ടി ലൊക്കേഷൻ ഇട്ടുന്നുണ്ട് ലോറിറക്കുന്ന സ്ഥലത്ത്. പക്ഷെ നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് ലോറി കൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. പാലോ അല്ല നോ എൻട്രീനോ നമുക്കറിയാം. ഈ കാറ് പോണ വഴിയാണ് ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ചേച്ചി കാണിച്ചു തരിക. അതേ ബൈപ്പാസ് റോഡിൽ നിന്ന് ബോർഡ് വന്നത്. ബൈപ്പാസായി നഗർ ബൈപ്പാസായി. ഛത്രപതി ശിവാജി മഹാരാജ് ചൗക്ക് വാക്രൂജ്. കണ്ടോ ഛത്രപതി ശിവാജി. പൂക്കുണ്ടോ അവിടെ. നമ്മൾ ബൈപ്പാസിലേക്ക് കയറി. ബൈപ്പാസ് നമ്മളങ്ങനെ നഗരെല്ലാം കഴിഞ്ഞ് സിന്നർ റോഡിലേക്ക് കയറിപ്പോ. നഗരമൊക്കെ ബൈപ്പാസ് വന്ന കാരണമൊക്കെ നഗരം ഒന്നും കാണാം. നമ്മളൊക്കെ 3 മണിക്ക് പറഞ്ഞ നഗരം ടൗണിൽ കൂടെ ആയിരുന്നു വണ്ടി വിട്ടുകൊണ്ടിരുന്നത്. അവിടെ പോകുമ്പോൾ ആർമിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. എല്ലാ ക്യാമ്പിൻ്റെ മുമ്പിലൊക്കെ ഇഷ്ടംമാതിരി പട്ടാളത്തിൻ്റെ ടാങ്കുകൾ ഇരിക്കണായിരുന്നു. ടാങ്കുകൾ അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. ബൈപ്പാസ് ഒന്നും പോകുന്നില്ല. നല്ല മഴയുണ്ട് കേട്ടോ. ഇത്രയും നേരം നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ചു. ഇപ്പോൾ ആ സുഖം പോയി. ഭയങ്കര കുട്ടും കൊണ്ട് ഒന്നും മര്യാദ ടാർ ചെയ്താൽ മതി. നമുക്കൊരു 200 കിലോമീറ്റർ താഴെ ഉള്ളൂ ലോഡറൊക്കെ നിർത്തി. ഇത് നാസിക് റോഡാണ്. നാസിക് നല്ല ബ്ലോക്ക് അവിടെ. എന്താ സംഭവം എന്നറിയില്ല. പാലം പോയതാണോ പുതിയ പാലം പണിയനാണോ? ആദ്യം ബ്ലോക്കോ? പാലത്തുമ്മക്ക് കയറണം നമ്മള്. പാലം ഈ പാലം കഴിയുമ്പോഴേ പാലത്തിന്റെ ബ്ലോക്ക് ആവുന്നുണ്ട്. കണ്ടോ അമ്പലത്തിൽ എന്താ പരിപാടി? അത്
അമ്പലത്തിൽ എന്ത് സംഭവമാണ്? നാസിക്, മാലേഗാവ്, ഷിർഡി. ആ മാലേഗാവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ടി വിയിലൊക്കെ ഉണ്ടായിരുന്നില്ല, ന്യൂസ് ഉണ്ടാവില്ല, ഒരു മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടുന്ന്. ആ സ്ഥലമാണ് മാലേഗാവ്. മാലേഗാവൊക്കെ നേരെ കൂട്ടോ. മാലേഗാവ് ഷിർഡിയൊക്കെ നേരെ പോകും. നമ്മളെ നാസിലോട്ട് കയറി. നമ്മളീ റോഡിലേക്ക് കയറിയ ഇത് തന്നെ അവസ്ഥയുടെ വഴിയുടെ സിംഗിൾ വഴിയാ. അവിടെ കുഴപ്പമില്ല, ചില സ്ഥലത്ത് മാത്രം ഇടഞ്ഞ പൊട്ടലുണ്ടെന്ന് മാത്രം. ബാക്കിയൊക്കെ അടിപൊളി വഴി തന്നെയാ. ബൈക്കുമ്പോൾ പോകണമെങ്കിൽ 3 ആളെ വേണം, 3 ആൾ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ വണ്ടി ഇവിടെ. ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒതുക്കിയപ്പോൾ നിർത്തിയത് അവിടെ. എന്തായാലും ഇന്ന് വൈകുന്നേരം ആവും അവിടെ എത്തുമ്പോൾ. അതിൻ്റെ ലോറിൻ്റെ പാർട്ടി പൈസ ഇട്ട് തരാൻ കുറച്ച് നേരം വൈകി. നമ്മളോട് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വാൻസ് തരാൻ കുറേ നേരം വൈകി. അത് കാരണമാണ്. എന്താ പുറത്ത് നല്ല കാറ്റ മഴയാ. സൈഡിലൊക്കെ മറ്റേ വെറുതെ കിടക്കണ ഭൂമി, അത് പാറ പുറത്ത് കിടക്കണ. ചില ഭാഗങ്ങളിൽ കൃഷി ഉണ്ട് കേട്ടോ. അങ്ങനെ സിന്നറാ പറയാ, സിന്നർ. ഇത് കണ്ട റോഡിൽ കണ്ട ഒരു വഴുക്കൽ പോലെ കാണണ്ട. ഇതെന്നെ സംഭവം എന്ന് വെച്ചാലേ പുതിയ മഴയാണിത്. പുതിയ മഴ, ഈ മഴയത്താണ്, ഈ മഴേനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം മഴ ചാറ്റ മഴയാണിത്. നമുക്ക് റോഡിൽ കണ്ടോ, റോഡിൽ കണ്ടോ ഒരു വഴുക്കൽ പോലെ നടക്കണ്ട. ഉണ്ടോ? അതുപോലെ തന്നെ വണ്ടികൾ പോയേക്കണ പാട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണണുണ്ടോ? വണ്ടികൾ പോയേക്കണ പാട്, നമ്മളെ മുന്നിൽ പോയേക്കണ വണ്ടികൾ പോയേക്കണ പാടുകൾ കണ്ട ക്ലിയർ ആയിട്ട് കാണണുണ്ടോ? ഇങ്ങനെ റോഡിലൂടെ വരഞ്ഞ് പോയേക്കണ. ഈ മഴയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് അടിച്ചാൽ വണ്ടി തെന്നിപ്പോവും. കാരണം ഇപ്പോൾ മഴ വെള്ളം വീണിട്ട് റോഡ് കിടക്കണില്ലേ, മറ്റേ ഒഴുകി പോകാണ്ട് ഉണ്ടോ? ട്രാക്ക് വണ്ടി പോയതിൻ്റെ വീല് കാണണുണ്ടോ? എൻ്റെ ഫോണായത് കാരണം അത്ര ക്ലിയർ ആവാത്ത ഉണ്ടോ? വണ്ടി പോയതിൻ്റെ പാട് കാണാണ്ടോ? ആ വണ്ടി പോകുമ്പോൾ ഉണ്ടോ? ആ വണ്ടി പോയപ്പോൾ ടയറിൻ്റെ പാട് കാണാണ്ടോ? അതിനകത്ത് ആ റോഡിലിപ്പം വീണക്കണ ചെളിയും മറ്റുള്ള വണ്ടികൾ ഓയിൽ ഇതൊക്കെ ഇളകി കിടക്കപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നാണ്. ഈ മഴയത്താണ് ഈ പുതുമഴ. അതാണ് പറഞ്ഞ ഡ്രൈവർമാരുടെ ഭാഷയിൽ പറയുന്നത് പുതുമഴ എന്ന് പറയും. പുതുമഴ. എൻ്റെയൊക്കെ ആശാന്മാർ പറയും ഇതേപോലത്തെ ഇങ്ങനത്തെ മഴ പെയ്യുമ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും വണ്ടി ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 40-50 പോണ വണ്ടിയാണെങ്കിൽ സ്പീഡ് കുറച്ച് എപ്പോഴും ഒരു ചവിട്ട് പ്രതീക്ഷിച്ച് പോവുക. എന്താ വെച്ചാൽ ഇങ്ങനെ എമർജൻസി ചവിട്ടി വണ്ടി നിൽക്കില്ല. എത്ര കണ്ടീഷനുള്ള ബ്രേക്കുള്ള വണ്ടിയാണെങ്കിലും നിൽക്കില്ല, വണ്ടി പാളിപ്പോവും. അങ്ങനെയാണ് ഈ മഴയത്ത് തെന്നിപ്പോയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവണതിന് മുഴുവൻ കാരണം. അപ്പോൾ ഇങ്ങനത്തെ പുതുമഴ പെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, നമ്മളെ മുമ്പിലുള്ള വണ്ടികൾ പോയപ്പോൾ കണ്ടോ റോഡ് ഇങ്ങനെ നിൽക്കണ. അപ്പോൾ നമ്മൾ ഇതേപോലെ എപ്പോഴും ചാപ്പിട്ട് ഒരു ചവിട്ട് പ്രതീക്ഷ വേണം പോകാൻ. പിന്നെ ഈ ഇങ്ങനത്തെ വഴി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഡ്രൈവർമാർക്കറിയാം ചവിട്ടുമ്പോൾ സഡൻ ബ്രേക്ക് ഒറ്റ ചവിട്ടി ചവിട്ടരുത്. ചവിട്ടി അതായത് പമ്പ് ചെയ്ത് ചവിട്ടുക. ഞങ്ങളുടെ വണ്ടിക്കാരുടെ ഭാഷ പറയുമ്പോൾ പമ്പ് ചെയ്ത് ചവിട്ടെന്ന് പറയാനാ. ഒറ്റ ചവിട്ടാ. വണ്ടി പോയക്കണ പാട് കണ്ടോ. നമ്മളിപ്പോൾ മഴ ഇന്ന് കാലത്തൊട്ട് ഇങ്ങനത്തെ മഴയാണ്. അത് കാരണമാണ് ഞാനിന്നോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകണേ. ഇന്ന് നമ്മളെ ഏറ്റവും കുറവ് കിലോമീറ്റർ ഓടിക്കണ വണ്ടി. ആകെ കാലത്ത് വണ്ടി എടുത്തിട്ട് ഇതുവരെയായിട്ട് 210 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ. പിന്നെ വഴി ഭയങ്കര മോശമാണ്. പാട്ടി വരെ ടിപ്പർ പോകുന്നുണ്ട് നോക്കിയോട്ടാ. ഉണ്ടോ? ആ ടിപ്പർ പോയ ട്രാക്ക് ശരിക്കും തെളിഞ്ഞ് പറഞ്ഞാ. ഇത് മൊബൈൽ അത് കാരണം കേട്ടാ ക്ലിയർ ആയിട്ട് കേട്ടാ. ടിപ്പർ പോയ ട്രാക്ക്
ഇടയ്ക്ക് ക്ലിയറായി വരണേണ്ട. അതിനെ കാരണം എന്ന് വെച്ചാൽ റോഡിൽ ചെളിയുണ്ട്. ചെളി ഓയിൽ വണ്ടിയിൽ നിന്ന് വീണ ഓയിൽ ചെളി എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഇളകി കിടക്കുക ഇപ്പോൾ. അപ്പോൾ നമ്മൾ സഡൻ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ അങ്ങോട്ട് പോകണ വണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞില്ല, ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടി എങ്ങനെ പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സഡൻ ചവിട്ടരുത്. ഇപ്പോൾ ഒരു ബസ് കയറിക്കണം, അതിന് നോക്കിയാൽ ഉണ്ടോ തെളിയണുണ്ടോ, ട്രാക്ക് തെളിയണുണ്ടോ, അങ്ങനെ റോഡിലെ ചെളിയാണത്. ഇതൊരു നല്ല മഴ പെയ്ത് ഒഴുകി പോകണം. ഒഴുകി പോയി കഴിയുമ്പോൾ റോഡ് നല്ല ക്ലിയർ ആവും. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പാട്ടും കൂടുതലായിട്ടുണ്ട്. എന്താണ് പരിപാടി എന്നറിയില്ല കേട്ടോ. പൂവൊക്കെ നിർത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ കൊടി. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനുള്ള പരിപാടികളാണ്. നമ്മളെ വീഡിയോ വരുമ്പോൾ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ട് വരാട്ടോ. ഞാനെന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ തന്നെയല്ലേ എടുക്കുന്നത്, ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ അതിനിടയ്ക്ക് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ലോഡ് കയറ്റണം, പായിട്ട് കയറ്റണം, പിന്നെ വഴിയിലുള്ള കാര്യങ്ങൾ നോക്കണം, എല്ലാം ഞാൻ തന്നെ. അപ്പോൾ അതൊക്കെ കാരണം വീഡിയോ എടുത്തില്ല. അപ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാൻ. കാരണം എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുറകിൽ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ വേറൊരാളും നമ്മുടെ ചാനൽ ഞാനല്ലാണ്ട് വേറൊരാൾ ചാനലിനെ പറ്റി നോക്കണില്ല. എല്ലാം ഞാൻ തന്നെയാണ്, ഓൾ ഇൻ ഓൾ. അപ്പോൾ അത് കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ കഴിയും ഇത് അപ്ലോഡ് ചെയ്യാൻ. ചിലപ്പോൾ അതൊക്കെ മേലെ വരും. അങ്ങനെ തിരിയണ സ്ഥലമായിട്ടാ. പിന്നെ ഇവിടുന്ന് നാസിക് റോഡിലേക്ക് തിരിയും. സംഗമനീറൊക്കെ ലെഫ്റ്റ് ആവുക. സംഗമനീർ അവിടെ ബോർഡ് കണ്ടു കേട്ടോ. കാരണം എനിക്ക് അത്ര കറക്റ്റായിട്ട് പറയാനറിയില്ല. കാരണം ഞാൻ ഈ വഴിക്ക് വന്നിട്ടൊക്കെ വർഷങ്ങളായി. പണ്ട് ക്ലീൻ ഡ്രൈവറായിട്ട് അതുകൊണ്ട് വിരലുണ്ടാവുന്ന ട്രിപ്പ് ഈ വഴിക്ക് വന്നിട്ടു. അതുകൊണ്ട് ക്ലീൻ ഡ്രൈവ് സമയത്ത് സ്ഥിരം വന്നില്ല. അന്ന് ഈ ഇങ്ങനെയൊന്നുമല്ല വഴി, ചെറിയ വഴിയോ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള വഴിയായിരുന്നു. അതൊക്കെ ഒരു 2006, 2009, 2005, 2009 കാര്യം ഞാനീ പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് വലത്തോട്ട് പോകും. ഏതാ ഹൈവേ? സംഗമനീർത്തോട്ട് ഹൈവേ ഓട് കണ്ടോ. നോക്കണം ആൾക്കാരുടെ. ഇവിടുന്ന് വലത്തോട്ട് വലത്തോട്ട് നമ്മളാ കണ്ട ഹൈവേയിലേക്ക് വന്ന് കയറി. അത് ഹൈവേ പണി നടക്കണ ഹൈവേ കേട്ടോ. ആ മോളത്തെ വണ്ടി പോണ പാല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞ ഹൈവേ ആണ്. പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. പണി നടക്കണുള്ളൂ. പണി നടക്കണുള്ളൂ കണ്ടോ. അത് വന്ന റോഡിലേക്ക് കയറണം. തമിഴ്നാട് വണ്ടി അവിടെ കിടക്കണ്ട്.
ഇവിടെ കുറച്ച് പണി കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. നേരെ പോയ സിന്നർ നാസിക്. നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് കാണുന്നത് ഈ ഭാഗത്തുനിന്ന് കാണാൻ ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. നേരെ പോകണ്ട, ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണമെന്നാണ്. നാഗ്പൂർ, സിന്നാർ, നാസിക്. നമ്മൾ ഈ മുംബൈ റോഡിലേക്ക് കയറും. മുംബൈ റോഡിലേക്ക് ആണ് വഴി. ഈ വഴിയിലും ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ ഒന്നും പറ്റില്ല. ട്രാക്ടറൊന്നും കയറാൻ പാടില്ല. എക്സ്പ്രസ് ഹൈവേ ആണല്ലോ. ഓപ്പണായുണ്ട്. സാധനം ഓപ്പണായി. എവിടുന്ന് പറഞ്ഞ വഴിയാണോ, എന്ത് വഴിയാണോ? നാഗ്പൂർ, ബോംബെ എക്സ്പ്രസ് ഹൈവേ അങ്ങനത്തെ വല്ല വഴിയായിരിക്കും. നമ്മൾ മുംബൈക്കുള്ള ഡയറക്ഷനിലാണല്ലോ പോണേ. 6 ലൈനാണ്. 1, 2, 3 6 ലൈനാ. മുംബൈ 204 കിലോമീറ്റർ. മുംബൈ 204 കിലോമീറ്റർ. നാഗ്പൂർ മുംബൈ ഹൈവേ ആണ്. എന്താ മഹാരാഷ്ട്ര സമൃദ്ധി മാർഗ് അങ്ങനെ എന്താണ് പേര്. വണ്ടി ജസ്റ്റ് പോയപ്പോഴാണ് ഞാൻ കണ്ട. നല്ല അടിപൊളി ഹൈവേ കേട്ടോ, സൂപ്പർ ഹൈവേ ഉണ്ട്. ഞാൻ ഈ ഹൈവേ വഴി ആദ്യമായിട്ട് യാത്ര ചെയ്യണം കേട്ടോ. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്യണം. ഇത് കണ്ടോ, ഈ ഹൈവേയുടെ സ്പീഡ് കണ്ടോ. ലോറിക്ക് 80 കിലോമീറ്റർ, ബസ്സിന് 100 കിലോമീറ്റർ, കാറ് 120. ഇവിടെ ബോർഡുണ്ട്, നമുക്ക് നോക്കാവേ. എന്നിട്ട് മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ്, മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ് ഈ റോഡിൻ്റെ പേര്. മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ് ഈ റോഡിൻ്റെ പേര്. അപ്പോൾ ഇതിലെ ലോറി നമ്മൾ പോണ ട്രാക്കിൽ പോണ വണ്ടികൾ 80 കിലോമീറ്റർ, നടുക്കത്തെ ട്രാക്കിൽ പോണ വണ്ടികൾ 100 കിലോമീറ്റർ, അറ്റത്തെ ട്രാക്കിൽ പോണ വണ്ടികൾക്ക് 120 കിലോമീറ്ററാണ് ഇതിലെ അലൗഡ് ആയിട്ടുള്ള സ്പീഡ്. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എടുത്ത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇനിയിപ്പോൾ ആകെ തന്നെ അല്ലെങ്കിൽ തന്നെ ഫോണിലായത് കാരണം അത്ര ക്ലിയർ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ ചാനൽ
ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മളിനി വീഡിയോ നിർത്തട്ടെ കേട്ടോ.